നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. വടനപ്പള്ളിയിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും മിന്നൽ പരിശോധന. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ദിവ്യപ്രബോധനത്തിനും ധ്യാനത്തിനും തുടക്കമായി. ജനകീയ ആസൂത്രണ കാർഷിക പദ്ധതി വലപ്പാട് പഞ്ചായത്ത് തല പച്ചക്കറി തൈ നടീൽ ഉദ്ഘാടനം. വാർത്തകൾ വിശദമായി. വടനപ്പള്ളിയിൽ ഹോട്ടലിലും ബേക്കറികളിലും സംയുക്ത മിന്നൽ പരിശോധന നടത്തി. സർക്കാർ നിർദ്ദേശപ്രകാരം മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, ബേക്കറികൾ, പഴം, പച്ചക്കറി, മറ്റു ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ പഴകിയ ഭക്ഷണം, പഴകിയ ഓയിൽ, നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന റിനാസ് ഫാസ്റ്റ് ഫുഡ് അടച്ചുപൂട്ടുകയും സ്ഥാപനങ്ങളിൽ നിന്നായി 10,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. വാടാനപ്പള്ളി ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ വിമോദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിൻസ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ ബാബു തോമസ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ശരത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തുടർന്നും പഞ്ചായത്ത് നേതൃത്വത്തിൽ ഇത്തരത്തിൽ മിന്നൽ പരിശോധന ഉണ്ടാകുമെന്ന് സെക്രട്ടറി അറിയിച്ചു. കയ്പമംഗലം ബീച്ചിൽ ഗുണ്ടാ വിളയാട്ടം, ബസ്സിനും വീടിനും നേരെ ആക്രമണം. ഇക്കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. കയ്പമംഗലം സുജിത്ത് ബീച്ച് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ബസ്സാണ് ആക്രമിക്കപ്പെട്ടത്. ബൈക്കിലെത്തിയ സംഘമാണ് അക്രമത്തിന് പിന്നിൽ. ശ്രീ അയ്യപ്പ ഫിഷിംഗ് ഗ്രൂപ്പിന്റെ ബസ്സാണ് ആക്രമിക്കപ്പെട്ടത്. റോഡിൽ ഇരിക്കുകയായിരുന്ന സന്തോഷ് എന്നയാളെയും മർദ്ദിച്ചിട്ടുണ്ട്. തുടർന്ന് വഞ്ചിപ്പുര ബീച്ചിലെത്തിയ സംഘം കിഴക്കേടത്ത് ജയശാഖിന്റെ വീടിന്റെ ജനൽ ചില്ലുകളും അടിച്ചു തകർത്തു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച ഉച്ച മുതൽ മേഖലയിൽ ചിലർ തമ്മിൽ വഴക്കും വാക്കേറ്റവും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണോ ആക്രമണമെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത തത്വദർശനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവും നടത്തി. രാവിലെ ധ്യാനാചാര്യനും ശിവഗിരി മഠം പ്രസിഡന്റുമായ സച്ചിദാനന്ദ സ്വാമികളെ പൂർണ്ണകുംഭം നൽകി യജ്ഞശാലയിലേക്ക് ആനയിച്ച് ആചാര്യവരണം നടത്തി. പഴുവിൽ വെസ്റ്റ് SNTP ശാഖ ഗുരുമന്ദിരത്തിൽ ശാന്തി ഹവനയജ്ഞവും നടത്തി. തുടർന്ന് യജ്ഞശാലയിൽ നിന്നുള്ള ദിവ്യജ്യോതിയുമായുള്ള ദിവ്യജ്യോതി പ്രയാണം ഗുരുമന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച ക്ഷേത്രത്തിലെത്തി. ജ്യോതി പ്രതിഷ്ഠ, ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, മംഗളാരതി എന്നിവയും നടന്നു. ശിവഗിരി മഠം സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികൾ, ഗജാൻജി ശാരദാനന്ദ സ്വാമികൾ, സോമശേഖര ക്ഷേത്രത്തിലെ ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി എന്നിവർ നേതൃത്വം നൽകി. ആളുകൾക്ക് ഗുരുദേവനെ കുറിച്ചുള്ള സമസ്ത സംശയങ്ങളും ദൂരീകരിക്കുവാനുള്ള അവസരം, അതോടൊപ്പം ആത്മീയമായ സാധന അനുഷ്ഠാനങ്ങളും. ഒരു ക്രൈസ്തവൻ എങ്ങനെയാണോ ക്രിസ്തുദേവനെ കാണുന്നത്, ഒരു ഇസ്ലാം എങ്ങനെയാണോ മുഹമ്മദ് നബി തിരുമേനിയെ കാണുന്നത്, എങ്ങനെയാണോ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഭാരതീയർ ആരാധിക്കുന്നത്, ശ്രീനാരായണ ഗുരുദേവനെ നാം ജഗദ്ഗുരുവായി, വിശ്വഗുരുവായി, ഈശ്വര സ്വരൂപമായി കണ്ട് ഒരു ക്രൈസ്തവൻ യേശുദേവനെ ആരാധിക്കുന്നത് പോലെ നാം ആരാധിക്കുന്നു. അതിനപ്പുറത്ത് ഗുരുദേവനെ കണ്ട് ആരാധിക്കുന്നു. ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും ക്രിസ്തുദേവനേക്കാൾ അല്പവും താഴെയല്ല ഗുരുദേവൻ. നബിയെക്കാളും ബുദ്ധനേക്കാളും ഒന്നും താഴെയല്ല ഗുരുദേവൻ. എത്രയോ കാര്യങ്ങളിൽ അവരെക്കാളും ഒക്കെ എത്രയോ ഉന്നത ശ്രേഷ്ഠനാണ് ഗുരുദേവൻ. ആ ഗുരുദേവനെ അറിഞ്ഞ് ആരാധിച്ച് പഠിച്ച് ഗുരുവിന്റെ കാരുണ്യവും അനുഗ്രഹവും നേടുവാൻ പെരിങ്ങോട്ടുകരയിൽ ശ്രീനാരായണ ആശ്രമത്തിൽ വെച്ച് 3 ദിവസങ്ങളിലായി നടത്തുന്ന ഈ ആധ്യാത്മിക മഹായജ്ഞം സഹായകമാകും. അന്തിക്കാട് GLP സ്കൂളിന്റെ 121ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു നൂറ്റാണ്ടിലേറെ കാലം അതിനുവേണ്ടി
പ്രവർത്തിച്ച ഒരു സ്കൂളാണ് നമ്മുടെ ഈ ഗവൺമെൻറ് LP സ്കൂൾ. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മുടെ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉൾപ്പെടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ രീതിയിലുള്ള വലിയ ഇടപെടൽ ഇന്ന് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 6-7 വർഷക്കാലമായി നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തന്നെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ആവശ്യമായ രീതിയിലുള്ള വലിയ തയ്യാറെടുപ്പുകൾ. അതിന് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പദ്ധതി വിഹിതം കൊണ്ട് മാത്രം നമുക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതുകൊണ്ട് മാത്രം പൂർത്തീകരണം നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന് പ്രത്യേകമായി തന്നെ. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ആർട്ട് ഫെസ്റ്റ് ഉദ്ഘാടനം സിനി സീരിയൽ ആർട്ടിസ്റ്റ് മാസ്റ്റർ ലെസ്വിൻ ഉല്ലാസ് നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട് സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, ഹെഡ് മിസ്ട്രസ് സീന CV, സ്കൂൾ കൺവീനർ വികസന സമിതി അംഗം AV ശ്രീവത്സൻ, രാജേഷ് KV, സതീശൻ മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി നീമ M, പഞ്ചായത്ത് മെമ്പർമാരായ മിൽന സ്മിത്ത്, ലീന മനോജ് എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. സമ്മാനദാനവും നടന്നു. വലുതായ കുഞ്ഞിളമേ കളിവാക്കു ചൊല്ലിടണേ, തന്നത്തെ കണ്ണുകൊത്തി കളിപ്പന്തു തട്ടിക്കളി എന്ന പോലെ. 2023-24 വർഷത്തെ മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭിന്നശേഷി കലോത്സവം അപ്പൂപ്പൻ താടി എന്ന പേരിൽ വ്യാഴാഴ്ച നടത്തി. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഇവരെ ചേർത്ത് പിടിക്കുന്ന പരിപാടികൾ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തു വരുന്നു. അങ്ങനെ ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ട തരത്തിലേക്ക് ഉള്ള പ്രവർത്തനവുമായി സംസ്ഥാന സർക്കാർ മുന്നേറുമ്പോൾ പ്രാദേശിക സർക്കാരായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തുകൾ, മണ്ഡല പഞ്ചായത്ത് ഈ വർഷക്കാലം ഈ വരുന്ന 24-25 വരുന്ന സാമ്പത്തിക വർഷത്തില് ഭിന്നശേഷി കുട്ടികൾക്ക് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക, അവർക്ക് എന്തെങ്കിലും ഒരു നമ്മളുടെ സ്ഥാപനങ്ങളുമായി നമുക്ക് കൈകോർത്തുകൊണ്ട്. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗങ്ങളായ ഷോയ് നാരായണൻ, ധർമ്മൻ പറത്താട്ടിൽ, മിനി അനിൽകുമാർ, കൃഷ്ണേന്ദു ഷിജിത്ത് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുമുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു. കണ്ടച്ചങ്കടവിൽ BJP സംസ്ഥാന ജാഥയിൽ പട്ടികജാതി അവഹേളനത്തിനെതിരെ PKS മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കണ്ടച്ചങ്കടവിൽ മണലൂർ ഏരിയ സെക്രട്ടറി VV സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK ചന്ദ്രൻ, ശ്യാമ വിനോദ്, TP ഷിജു, KV മനോഹരൻ, VA അനിൽ എന്നിവർ സംസാരിച്ചു. അങ്ങനെ ഒരു വേർതിരിവ്, അങ്ങനെ പട്ടികജാതി എന്ന് പറയുന്ന ഒരാളുകൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങനെ ഒരു ജാതി തിരിഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കലൊന്നുമില്ല. അത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിലെ ആ കാര്യങ്ങളൊക്കെ വളരെ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംസ്ഥാനമാണ് ഈ നമ്മുടെ കേരളം. മാത്രമല്ല, അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ്, ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ 7 പട്ടികജാതി സ്ത്രീകളെ കൊണ്ടാണ് അവിടെ പാല് കാച്ചിച്ചത്. അങ്ങനെ ഈ കാച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഈ വിഭാഗത്തിനെ ഒന്ന് വേർതിരിച്ച് മനുഷ്യനായി കാണാത്തവരാണ് BJP, RSS, ഈ ഇന്ത്യ ഭരിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കൾ.
വാടാനപ്പള്ളിയിൽ BJP നേതാവ് കെ സുരേന്ദ്രൻ പട്ടികജാതി വിഭാഗത്തെ ജാതീയമായി അധിക്ഷേപിച്ചതിനെതിരെയുള്ള പ്രതിഷേധ യോഗം ചേർന്നു. PKS സംസ്ഥാന കമ്മിറ്റി അംഗം കെ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. PKS നാട്ടിക ഏരിയ പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV അനിത, TV സുരേന്ദ്രൻ, PKS നാട്ടിക ഏരിയ സെക്രട്ടറി KK അനിൽകുമാർ, ഏരിയ കമ്മിറ്റി അംഗം ഭിനിത എന്നിവർ സംസാരിച്ചു. നടക്കുന്ന ആളുകള് RSSന്റെ ആളുകൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി മോർച്ചക്കാര് ആരെങ്കിലും അക്ഷരം മിണ്ടിയോ? ഇവിടെ ഈ സുരേന്ദ്രൻ ഇങ്ങനെ പട്ടികജാതിക്കാരുമായി ആഹാരം കഴിക്കുന്നത് ഒരു അഭിമാനമായി പറയുമ്പോൾ കയ്യിൽ പിന്നെ രാഗി കെട്ടി നടക്കുന്ന ഏതെങ്കിലും ഒരു RSSന്റെ ഏതെങ്കിലും ഒരു BJPയുടെ പിന്നെ പട്ടികജാതി മോർച്ചക്കാരൻ ഒരക്ഷരവും ഈ കേരളത്തിനകത്ത് മിണ്ടിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. 2023-24 വർഷത്തെ അംഗനവാടി കുട്ടികളുടെ കലോത്സവം കുട്ടിക്കൂട്ടം മരിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തേക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സേവർ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ ഷോയ് നാരായണൻ, ധർമ്മൻ പറത്താട്ടിൽ, ഷേലി റാഫി, മിനി അനിൽകുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ICD സൂപ്പർവൈസർ വസുമതി KB, അംഗനവാടി ടീച്ചർമാർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. 200ഓളം കുട്ടികൾ പരിപാടികളിൽ പങ്കെടുത്തു. ഗുഡ്സ് പിക്കപ്പിന് പുറകിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാർ തെക്കേ ആത്മാവിന് സമീപമാണ് സംഭവം. ഗുഡ്സ് പിക്കപ്പിന് പുറകിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ ചാഴൂർ സ്വദേശികളായ തട്ടിൽ ജസ്റ്റിൻ, നിജോബ് എന്നിവരെ തൃപ്രയാർ ആക്സ് പ്രവർത്തകർ വലപ്പാട് ദയ എമർജൻസി കെയർ സെന്ററിൽ പ്രവേശിപ്പിച്ചു. നാട്ടിക എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ വിശേഷാൽ പൊതുയോഗം 25-ന് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30-ന് NES കോളേജിൽ നടത്തുമെന്ന് മെമ്പർമാർ അറിയിച്ചു. ഇടവേള. അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി.
ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ കാർഷിക പദ്ധതി 2023-24 വനിതാ ഗ്രൂപ്പ് പച്ചക്കറി കൃഷി പദ്ധതിയുടെ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് തല പച്ചക്കറി തൈനടിൽ ഉദ്ഘാടനം നടത്തി. വാർഡ് 7-ലെ സൗഹൃദം കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നടീൽ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വൈസ് പ്രസിഡന്റ് ജിത് VR, മെമ്പർമാരായ മണി ഉണ്ണികൃഷ്ണൻ, പ്രഹർഷൻ, ബ്ലോക്ക് മെമ്പർ സിയ ഷൈൻ, ADS ചുമതല വഹിക്കുന്ന ഓഫീസർ ലക്ഷ്മി K മോഹൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം CMS UP സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുമന ജോഷി അധ്യക്ഷത വഹിച്ചു. ഗിന്നസ് റെക്കോർഡ് മുരളി നാരായണ വിശിഷ്ടാതിഥിയായിരുന്നു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരായ ഷറഫുന്നീസ, ദീപ്തി ടീച്ചർ, രശ്മി ടീച്ചർ എന്നിവരെ ആദരിച്ചു. ബ്ലോക്ക് മെമ്പർ കല ടീച്ചർ സമ്മാനദാനം നിർവഹിച്ചു. ബിന്ദു ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ജിയോ വർഗീസ്, വാർഡ് മെമ്പർ സന്ധ്യ മനോഹരൻ, PTA പ്രസിഡന്റ് സുമിത സജു, MPTA പ്രസിഡന്റ് സൽമ MA, തളിക്കുളം BPC സിന്ധു, അധ്യാപിക പ്രതിനിധി ബെഡ്സി ടീച്ചർ, ആസാദ്, ഹെഡ് മാസ്റ്റർ ബിനോയ് MP, ജെറിൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ശേഷം വിരമിക്കുന്ന അധ്യാപകരായ ദീപ്തി, ഷർഫുന്നീസ, രശ്മി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേട്ടറിവും കണ്ടറിവും അതുമാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനായിട്ട് സാധിക്കുക. ഇവിടെ അല്ലെങ്കിൽ മുൻപ് പഠിപ്പിച്ചിരുന്ന ഒരുപാട് അധ്യാപകർ എനിക്ക് അപ്പുറം നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ മുൻകാലങ്ങളിൽ ഈ സ്കൂളിന്റെ അവസ്ഥ എന്തായിരുന്നൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് തളിക്കുളം പഞ്ചായത്തിന്റെ ഈ CMS സ്കൂള് എന്നും ഒരുപോലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാപരമായിട്ടും കായികപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്കൂളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് സ്ഥലത്തിനനുസരിച്ചുള്ള ഒരു വികാസം അല്ലെങ്കിൽ ഒരു വികസനം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കത് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു മാനേജ്മെന്റ് സ്കൂൾ എന്ന രീതിയിൽ നമ്മുടെ പഞ്ചായത്തുകൾക്ക് പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കുറവും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് അറിയിക്കുകയാണ്. മണലൂർ GLPU സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി SSKയുടെ നേതൃത്വത്തിൽ ആട്ടവും പാട്ടും ഉത്സവം നടത്തി. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ആഹ്ലാദകരമാകാനും കുട്ടികളിൽ ശാരീരികവും മാനസികവും സാമൂഹികവും വൈജ്ഞാനികവുമായ ഭാഷാവികാസം എന്നിവ വളർത്തിയെടുക്കുന്നതിനൊപ്പം വിവിധ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. പ്രധാനാധ്യാപിക ജോസി ടീച്ചർ ആമുഖ പ്രസംഗം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സലീഷ് PV അധ്യക്ഷത വഹിച്ചു. ചിന്തുപാട്ട് കലാകാരി ഹൃദ്യ ഷനിൽ മുഖ്യാതിഥിയായിരുന്നു. അധ്യാപിക ഷീല പ്രസംഗിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് ആട്ടത്തിനും പാട്ടിനും പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു പരിപാടികൾ അവതരിപ്പിച്ചത്. ആദ്യ കാലഘട്ടത്തിലൊന്നും ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് പ്രീ പ്രൈമറി ഒന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് അംഗനവാടി പോകും, അല്ലെങ്കിൽ നഴ്സറി പോകും, നേരിട്ട് 1ാം ക്ലാസ്സിലേക്ക് ഞാനൊക്കെ മഠത്തിലാണ് പഠിച്ചത്. എന്തുകൊണ്ടെന്ന് അറിയില്ല, ഇവിടെ പഠിക്കാൻ പറ്റിയിരുന്നില്ല. അതെന്താണെന്ന് അറിയില്ല, അങ്ങോട്ട് ചോദിക്കണം ഞാൻ എന്തുകൊണ്ടാണ് എന്നെ മഠത്തിൽ കൊണ്ട് പഠിപ്പിച്ചത്. അപ്പോൾ അതിനൊക്കെ വന്ന് എന്നിരുന്നാലും ഈ സ്കൂളായിട്ട് ഇങ്ങനെ വരുമ്പോൾ പല കലാപരിപാടി കാണാൻ വരുന്നല്ലാതെ ഈ സ്കൂളിലേക്ക് അങ്ങനെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെ സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കുക എന്ന് പറയുന്നത് അവൻ്റെ പഠനത്തിലുപരിയായിട്ട് പാഠ്യേതര പ്രവർത്തനങ്ങൾ കൂടി മുൻതൂക്കം കൊടുത്തുകൊണ്ട് വരണം. കാതിലാണേ കമ്മലില്ല, കഴുത്തിലാണേ മലയില്ല.
കൊട്ടാരക്കര SNSLP സ്കൂൾ ശതാബ്ദി ആഘോഷം ഈ മാസം 24, 25 തീയതികളായി നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ചെയർപേഴ്സൺ സജിത ബിജു, സ്കൂൾ മാനേജർ KR മണി, ജനറൽ കൺവീനർ KS ലേഖ എന്നിവർ പെരിങ്ങോട്ടുകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 24-ന് ഉച്ചയ്ക്ക് 1 മുതൽ കുട്ടികളുടെ കലാപരിപാടികൾ നടത്തനത്തോടെയാണ് തുടക്കം. തുടർന്ന് ചേരുന്ന യോഗത്തിൽ TN പ്രതാപൻ MP ഉദ്ഘാടനം നിർവഹിക്കും. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിക്കും. CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സ്വാലിക് സ്മരണിക പ്രകാശനം ചെയ്യും. ഇഷ KS റിപ്പോർട്ട് അവതരിപ്പിക്കും. 25-ന് രാവിലെ 10-ന് സമാദരണ ചടങ്ങ് നടത്തും. മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് PM ഹബീബുള്ള അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കും. യേച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ആദര പ്രഭാഷണം നടത്തും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യാതിഥിയായിരിക്കും. TV മദനമോഹനൻ മുഖ്യപ്രഭാഷണം നടത്തും. സീനിയർ ആർട്ടിസ്റ്റ് ലിഷോയ് പാർക്ക് സമർപ്പണം നടത്തും. ചെയർപ്പ് AEO MV സുനിൽകുമാർ അവാർഡ് വിതരണം നടത്തും. സ്കൂൾ മാനേജർ KR മണി സമ്മാന വിതരണം നിർവഹിക്കും. ആദരിക്കപ്പെടുന്ന ഫാദർ ആന്റണി തേക്കാനത്ത്, PJ പുരുഷോത്തമൻ നമ്പൂതിരിപ്പാട് എന്നിവർ മറുപടി പറയും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കും. കൺവീനർ ഹംദാൻ വിട്ടിയാട്ടിൽ, OIC ട്രഷറർ അബ്ദുൽ മജീദ് കാര്യക്കുളം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24-ാം തീയതി ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തൃശൂർ MP TN പ്രതാപൻ നിർവഹിക്കുകയാണ്. 25-ാം തീയതി 100-ന്റെ നിറവിൽ 100 ആദരം, അതായത് ഈ ദേശത്ത് ഈ സ്കൂളിൽ പഠിച്ചു പോയ 70 വയസ്സിൽ മുകളിലുള്ള പ്രായമുള്ള വ്യക്തികളെ എല്ലാവരെയും ആദരിക്കുകയാണ്. പഴുവിൽ വെസ്റ്റ് കാക്കനാട്ട് ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ഭദ്രകാളി ക്ഷേത്രത്തിലെ തോറ്റം വെള്ളാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് സംഗീതാർച്ചന ക്ഷേത്രാങ്കണത്തിൽ നടന്നു. വ്യാഴാഴ്ച രാവിലെ നട തുറക്കൽ, നിത്യപൂജകൾ എന്നിവ നടന്നു. മുംബൈ നാരായൺജി, ഷീബ അജിത് രാജ് എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ദേവി മഹാത്മ്യം പാരായണവും പ്രഭാഷണവും ഉണ്ടായി. ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, തുടർന്ന് വൈകിട്ട് ചാഴൂർ നടന സരോവരം സംഗീത വിദ്യാലയത്തിലെ അധ്യാപിക സരിത ടീച്ചറും വിദ്യാർത്ഥികളും ചേർന്ന് സംഗീതാർച്ചനയും നടത്തി. ചടങ്ങിൽ നടന സരോവരം സംഗീത വിദ്യാലയ അധ്യാപികയായ സരിത ടീച്ചറെ ഷീബ അജിത് രാജ് ആദരിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ രക്ഷാധികാരി ദിവാകരൻ, പ്രസിഡന്റ് ശങ്കരനുണ്ണി, സെക്രട്ടറി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സാധു സംരക്ഷണ പാവന സാധു സംരക്ഷണ പാവന സാധു സംരക്ഷണ പാവന സാധു സംരക്ഷണ. തളിക്കുളം ചിലങ്ക ബീച്ച് ആലുങ്ങൽ ശ്രീ ചണ്ഡികേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം ഭക്തി നിർഭരമായി. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയും നടന്നു. വൈകിട്ട് എഴുന്നള്ളിപ്പിൽ 3 ആനകൾ അണിനിരന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, തുടർന്ന് അത്താഴ പൂജയും നടന്നു. വൈകിട്ട് പൂമൂടൽ, വർണ്ണമഴ എന്നിവയും നടന്നു. ദേവാനന്ദമേളങ്ങൾ, താലം വരവ്, എഴുന്നള്ളിപ്പ്, ഗുരുതി, മംഗളപൂജ എന്നിവയുടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. രക്ഷാധികാരി A പാർത്ഥൻ, പ്രസിഡന്റ് AV രാജൻ, സെക്രട്ടറി AK വാസുദേവൻ, ട്രഷറർ AD അനിൽകുമാർ, മറ്റംഗങ്ങളായ ഷിബു ശാന്തി, മുരളി, മാധവൻ, ശ്രീധരൻ, ഷിബു, രാമനുണ്ണി, ബാബുരാജ്, ഗിരീശൻ, മാതൃസമിതി അംഗങ്ങളായ സെക്രട്ടറി ബിബിത, ട്രഷറർ ഭഗിനി, മറ്റംഗങ്ങളായ ഗിരിജ, പ്രിയ, ഷീഭ എന്നിവർ നേതൃത്വം നൽകി.
ഹരിപ്പാട് കോഴിശ്ശേരി ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹോമം, മലർ നിവേദ്യം, ഉഷപൂജ, കലശപൂജ, പഞ്ചഗവ്യം, കലശാഭിഷേകം, പന്തീരടി പൂജ, ശീവേലി, നടക്കൽപ്പറ, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, രാത്രി അത്താഴപൂജ, മഹാനിവേദ്യം, തുടർന്ന് നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും നടന്നു. രാത്രി 10-ന് തായമ്പക, മഹാഗുരുതി, വിളക്കിനെഴുന്നേൽപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലി നാരായൺകുട്ടി മേൽശാന്തി, ശ്രീരാജ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് അർജുനൻ കോഴിശ്ശേരി, സെക്രട്ടറി KU ഗിരി, ട്രഷറർ ഷാജി, രക്ഷാധികാരികളായ മോഹൻദാസ്, രാമകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. എടമുട്ടം പയ്യച്ചോട് കൊട്ടുക്കൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകം, മഹാഗണപതി ഹവനം, ഉഷപൂജ, നടക്കൽ പറയെടുപ്പ്, പഞ്ചഗവ്യ നവക കലശപൂജ, പന്തീരടി പൂജ, മുത്തപ്പന്മാർക്ക് കളമെഴുത്തുപാട്ട്, കലശാഭിഷേകം, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് ഘണ്ഠാകർണനും ഭഗവതിക്കും കളമെഴുത്തുപാട്ട്, എഴുന്നള്ളിപ്പ്, ദീപാരാധന, നടക്കൽ ഭജന, രാത്രി പുനർജനി, അയനിച്ചോട്, വീരനാട്യം എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി അരങ്ങേറി. തുടർന്ന് അത്താഴപൂജ, മഹാഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി നാരായൺകുട്ടി ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നൽകുന്ന സ്വാമിനിയേ, എന്നും തിരുവരങ്ങൾ വെല്ലുക നൽകുന്ന സ്വാമിനിയേ. അന്തിക്കാട് സെന്ററിന് പടിഞ്ഞാറ് കോഴിപ്പറമ്പിൽ കാഞ്ചന അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ചാറൂർ SNM ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപികയായിരുന്നു. പ്രൊഫസർ KK ശ്രീനിവാസനാണ് ഭർത്താവ്. സിമി, ശീതൾ, ശ്രീചന്ദ് എന്നിവർ മക്കളും പരേതനായ മനോജ്, സുധീർ, അശ്വതി എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടനപ്പള്ളിയിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും മിന്നൽ പരിശോധന. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ദിവ്യപ്രബോധനത്തിനും ധ്യാനത്തിനും തുടക്കമായി.
ജനകീയ ആസൂത്രണ കാർഷിക പദ്ധതി വലപ്പാട് പഞ്ചായത്ത് തല പച്ചക്കറി തൈ നടിയിൽ ഉദ്ഘാടനം. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.